നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് അതുകൂടെ തന്നെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും കൂടെ ഒന്ന് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ 1.5 ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ളൊരു എൻട്രി, കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫോറക്സിൻ്റെ ഗോൾഡിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചധികം പേര് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഫോറക്സിൻ്റെ ലൈവ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞ അനുസരിച്ചിട്ടാണ്, ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒന്നൊരു ലൈവ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ കാണട്ടെ എന്നുള്ള രീതിയിലേക്കും റെക്കോർഡിങ്ങിലേക്കുമാണ് പോകുന്നത്. ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ആ വീഡിയോ കൂടെ തുടക്കക്കാരൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ, ഇപ്പോൾ ഫോറക്സിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും കൊമോഡിറ്റിയിലാണെങ്കിലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് സ്വിങ്ങിലാണെങ്കിലും ഇത് പഠിച്ചാൽ കൃത്യമായിട്ടൊരു എൻട്രി എക്സിറ്റ് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്കറ്റ് 2329 2330 ഓൾറെഡി ഒരു ട്രിഗർ പ്രൈസ് വാനിഷായിട്ടാണ് നിൽക്കുന്നത്. അവിടെ മാർക്കറ്റ് ഒരു റിജക്ഷൻ ഏരിയ ആണ്. ഇപ്പോൾ അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ 8:30 ആകുമ്പോൾ നമുക്ക് ലൈവ് വ്യൂവിലേക്ക് കടക്കാം. ഓക്കെ. പിന്നെ കുറേ ആളുകൾ ഈ ചെറിയൊരു ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂ വരുന്നത് കാരണം ഫോറക്സ് ചെയ്യണം, ദുബായിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്. നല്ല കാര്യം, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കുറേ പേര് ഫോറക്സിലേക്ക് ക്വിറ്റ് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ അതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് കുറേ സമയമെടുക്കും. ഇന്ന് പറഞ്ഞു അടുത്ത ജൂലൈ 1-ാം തീയതി തൊട്ടൊന്നും അതൊന്നും പ്രാബല്യത്തിൽ വരാൻ പോകില്ല. ഇനിയും കുറച്ച് നാളുകളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഒരു തീരുമാനം എടുക്കുക. ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് 1 മണിക്കൂറിൻ്റെ ചാർട്ടാണ്. 1 മണിക്കൂറിൽ മാർക്കറ്റ് ഫോറക്സിൻ്റെത് 2330 അപ്പോൾ ഇവിടെ ഒരു സെല്ലിങ്ങിനായിട്ടുള്ള ചാൻസസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. 5 മിനിറ്റ്. ഇനിയിപ്പോൾ ടൈം ഫ്രെയിം ഏതൊക്കെ, ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും താഴത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ ഒരു തവണ കൂടി 25.483 വരുമെന്ന് നോക്കാം. അപ്പോൾ ടൈം ഫ്രെയിം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ചെയ്താൽ മാത്രമാണ് ഏത് ടൈം ഫ്രെയിമാണ് നല്ലത്, ഏതാണ് അത് ഹോൾഡിംഗ് ആണോ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിലവിൽ ഡൗൺ സൈഡിലേക്കാണ് പോകുന്നത്. 23-26.939 എന്നുള്ള ഒരു ലെവല് ടച്ച് ചെയ്ത് റിജക്ഷൻ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും പോരുന്നത്. അപ്പോൾ ആ ഡൗണ് താൽക്കാലികമായിട്ട് വന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സ്ഥലം 23-26.938 അല്ലെങ്കിൽ 23-25.924 ആയിരിക്കും. സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല ടൈം ഫ്രെയിം നോക്കേണ്ടി വരും. കണ്ടിട്ട് ഏതിലാണോ ബെറ്റർ അത് നമുക്ക് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോലെ നടക്കത്തുള്ളൂ. 15 മിനിറ്റ് ആണെങ്കിലും നല്ലൊരു മൂവൊക്കെ കഴിഞ്ഞിട്ട് ഇവിടം വരെ ഗ്രീനിലേക്ക് കയറുന്ന വരെ നല്ലൊരു മൂവ് കഴിഞ്ഞിട്ട് സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതൊരു പിൻബാറാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു അപ്പ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ക്വിക്കായിട്ടുള്ള ആക്ഷനാണോ സ്ലോ ആണോ? കാരണം 23-31.264 ടച്ച് ചെയ്തിട്ടില്ല മാർക്കറ്റ്. നമ്മൾ വരച്ചിട്ട ലൈനും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കുന്ന ലൈനും ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. അതായത് 23-31.264 വാനിഷ് ആയാൽ മാർക്കറ്റ് പിന്നെയും അപ്സൈഡിലേക്ക് പോകും. അത് വാനിഷ് ആകത്തിടത്തോളം കാലം അപ്സൈഡിനെ കുറിച്ച് തൽക്കാലം ബോധറേഡാവേണ്ട ആവശ്യമില്ല. ഇത് 15 മിനിറ്റിൻ്റെ ആണ് നിലവിൽ കിടക്കുന്നത്. അത് നമുക്കൊരു 4 എണ്ണം ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇതിനകത്ത് 5 മിനിറ്റ് ഇടാം.
15 മിനിറ്റ്സിൽ RSI ഡൗൺസിലേക്ക് ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൽ ഇനിയും സ്ക്രീനിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ നമുക്കിത് 4 ആക്കാം ഈസി ആയിട്ട്. സ്ക്രീനിലൊന്നും മനസ്സിലാവില്ല. ഒരു ടൈം ഫ്രെയിം കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലൈവിൽ ഇരുന്ന് കഴിയുമ്പോഴേ നമുക്കത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡാണ്, 5 മിനിറ്റിൽ 5-ൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു മൂവ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പോയി. വളരെ ഗംഭീരമായിട്ടുള്ളൊരു മൂവാണ് കഴിഞ്ഞു പോയത്. 23:30. ആ റെഡ് ലൈൻ വാനിഷ് ആയിട്ടില്ല. വാനിഷ് ആയിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. വാനിഷ് ആയിട്ടുണ്ട് ഓൾറെഡി. 23:30.901. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകത്തുള്ളൂ. ഇത് വല്ലാത്തൊരു ഗോൾഡിൻ്റെ മൂവായി പോയി. 1 അവറിൽ ഇട്ട് കഴിഞ്ഞാലും മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ അപ്പ് സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. വൺ സൈഡ് ഈ ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ ഇത്തിരി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ ക്രോസ് ഓവർ ആണെങ്കിലും കൺസോൾട്ടേഷൻ ആയെന്നുള്ള വിഷയമുള്ളൂ. ഇവിടുത്തെ ക്രോസ് ഓവർ ആണെങ്കിലും അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അപ്പർ സൈഡിൽ ഒരു ട്രിഗർ പ്രൈസിലാണ് വന്ന് നിൽക്കുന്നത്. 23:30.64. പോരാത്തതിന് ഇവിടെ 23:27 എന്നുള്ള കൺസോൾട്ടേഷൻ സോണും കൂടെ നിലവിൽ നിൽപ്പുണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആ ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23:37.208 ആണ്. ഇത് 1 മണിക്കൂറിൻ്റെ മൂവ്മെൻ്റ് ആണ്. നമ്മൾ 1 മണിക്കൂറിൽ ഒരു അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 8:30 തൊട്ട് 9:00 വരെ ഉള്ളൂ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. 30 മിനിറ്റിലും ഒരു ക്രോസ് ഓവർ ആണ് കാണുന്നത്. നമുക്ക് 5 മിനിറ്റും 2 മിനിറ്റും കോൺസെൻട്രേഷൻ ചെയ്യാം തൽക്കാലം. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് 5 മിനിറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23:31.004 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ള ഏരിയ 23:37.208 ആണ്. RSI 5 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ആവില്ലയോ നമുക്ക്. വോളിയം കൂടുതൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ വലിയ ക്യാൻഡിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. ബ്രേക്ക് ആയാൽ 23:31.004 അത് ബ്രേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരത്തുള്ളൂ. 2 മിനിറ്റിൽ എന്താ അവസ്ഥ? 2 മിനിറ്റിൽ ഓൾറെഡി ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. ഈ 2 അല്ലെങ്കിൽ 5 അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ സ്റ്റിൽ എൻ്റെ നിഫ്റ്റിയുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഡൗണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അതിൽ പറയുന്ന വ്യൂ വെച്ചിട്ട് നമുക്ക് ടാലിയാക്കാൻ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ നിഫ്റ്റി വെച്ചിട്ടാണ് പറയുന്നത്, നിഫ്റ്റിയുടെ എക്സ്പീരിയൻസ്. ഈ ഒരു റെഡ് ലൈൻ ഒരു റെഡ് ലൈൻ അല്ല, ശരിക്കും അതിനൊരു ചെറിയൊരു ഗ്രീൻ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ ഹയർ വിക്കിലാണ് ഇതിൻ്റെ ഒരു ലോ വിക്ക് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ, ഇപ്പോൾ സ്കാൽപ്പിംഗ് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23:27.813 23:25.906 മാർക്കറ്റ് ഡംപ് ആവും. നേരെ മറിച്ച് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 2331 അവിടെയും ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും. സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പിൻബാർ വരുമ്പോൾ നേരെ ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിയിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ ഗോൾഡ് സെല്ലിലേക്കാണ് ഞാനിവിടെ പോകത്തുള്ളൂ.
ഈ പിൻ ബാർ വന്നതിന് ശേഷം ഇവിടെ സെല്ലിലേക്കേ പോകത്തുള്ളൂ. ആ സെല്ല് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2327. പിന്നെ ബ്ലൂ ലൈൻ ഞാൻ മാറ്റാം. ഞാൻ വരച്ചു വെച്ചാൽ അത് ബ്രേക്ക് ചെയ്യില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു പരാതി. അപ്പോൾ 2327.985 ആ ഭാഗത്തേക്കാണ് ഒരു ഡംപ് വരത്തുള്ളൂ. അപ്പോൾ അതായത് എൻ്റെ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2329 തൊട്ട് താഴത്തോട്ട്. 2 മിനിറ്റ് കുഴപ്പമില്ല. 1 മണിക്കൂറിൻ്റെ ആ ട്രേഡിങ്ങിലൊക്കെ 2 മിനിറ്റ് ഉദ്ദേശിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ അത് 2327 സപ്പോർട്ട് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് പോരുന്നുണ്ട്. ഇത്രയും കൂടെ ഫാസ്റ്റാണെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അത് ആ ഒരു ബേസ് ലെവലിലാണ് വന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തിരിച്ച് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു ബൈയിനെ പറ്റി താൽക്കാലികമായിട്ട് ആലോചിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു സപ്പോർട്ടിങ് സോണാണ്. ഇത് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ 2325. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിൻ ബാർ വന്നതിന് ശേഷം 2329. അതിൻ്റെ പോയിൻ്റ് എത്ര? ഇതിൻ്റെ പോയിൻ്റൊക്കെ കണക്കൂട്ടിൽ ഇത്തിരി പാടാം. ഇതിൻ്റെ ഓപ്പണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ആദ്യത്തെ സപ്പോർട്ട് എടുത്താണ് പിൻ ബാറിൽ SMA. കാരണം ഇവിടെ 1 2 3 4 ക്യാൻഡിൽ ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ട്. ഇവിടെ 1 2 3 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ഉണ്ട്. ആ സെയിം കൺസോൾട്ടേഷൻ ഏരിയയിലായതുകൊണ്ടാണ് ഒരു കണ്ടിന്യൂസ് ലോവിലേക്ക് മാർക്കറ്റ് പോകാതെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യണതിൻ്റെ റീസൺ. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ 23-29 ഭാഗത്ത് എൻട്രി എടുക്കും. എൻ്റെ ടാർഗറ്റ് ഈ പറഞ്ഞ മഞ്ഞ ലൈൻ അവിടെയാണെങ്കിൽ എത്ര കിട്ടിയേനെ നോക്കണമല്ലോ. 23-28.024 മൈനസ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ സ്മോൾ ടാർഗറ്റ് ഇപ്പം നിൽക്കുന്ന പ്രൈസ് 23-29.640. 23-29.640 1.616. ഈ 1.616 കിട്ടിക്കഴിഞ്ഞാൽ മിനിമം $1.5 ആകുമ്പോൾ എത്ര രൂപ കിട്ടും? എനിബഡി ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? അറിയാമോ? എനിക്ക് ഇതിനെപ്പറ്റി ABCD അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഈവൻ $1. ഇനി അടുത്തത് ആ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കർവ് വരുന്നുണ്ട്. അതായത് 50-ൽ ചെറിയൊരു കർവ് വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഉറപ്പിക്കാനൊന്നും നമുക്കായിട്ടില്ല. ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ 23-31.004 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഹയർ ടൈം ഫ്രെയിം തൊട്ടേ കാൽക്കുലേറ്റ് ചെയ്ത് വരണം മാർക്കറ്റ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്. കാരണം 4 മണിക്കൂറിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്തായാലും 23-34.468 എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ. അതായത് 4 മണിക്കൂറിൽ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നൊരു പമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 ക്യാൻഡിൽ, നിഫ്റ്റിയുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണേ, സിംഗിൾ ക്യാൻഡിലോ 3 ക്യാൻഡിലോ കൊണ്ടോ മാർക്കറ്റ് പമ്പ് ചെയ്ത് 23.68 വരെ വരാനായിട്ടുള്ള ചാൻസസ് ആണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിഫ്റ്റിയുടെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും വാക്വം സ്പേസ് ആണ്. അവിടെയുള്ള ക്യാൻഡിൽസിനൊക്കെ ഹൈ വോളിയം ഉണ്ട് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് റണ്ണ് നടന്നേക്കുന്ന സ്പേസാണ്. അപ്പോൾ ആ ലെവലിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതായത് 23 ഈ സംതിങ് ഉള്ള ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലൊരു ഹയർ മൊമെൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ രാജാവ് മുമ്പോട്ട് പോകാൻ കുതിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് പല മന്ത്രിമാർ അല്ലെങ്കിൽ ഭടന്മാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുയായികൾ ഈ പറഞ്ഞ പോലെ കുതിരപ്പടയാളികൾ, ആനപ്പടയാളികൾ. ഇപ്പം നമുക്ക് പറയാം 4 മണിക്കൂറിൻ്റെ RSIയുടെ ക്യാൻഡിലാണ് രാജാവെന്ന് വിചാരിക്കുക. 2 മണിക്കൂറിൻ്റെ RSI ആണ് എന്തെന്ന് വിചാരിക്കുക, മന്ത്രി എന്ന് വിചാരിക്കുക. അവിടെയും മുകളിലോട്ട് കുതിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്കിങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. 1 മണിക്കൂർ സേനാനായകനും അതുപോലെ തന്നെ ഇത് ഗ്രീനിലേക്ക് കയറുന്നത് വരെയും അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ ആവുന്നത് വരെയും അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ
ഒരുവിധം നമ്മൾ എല്ലാ ടൈം ഫ്രെയിമും നോക്കിയപ്പോഴും അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്കൗട്ട് മാർക്കറ്റ് ഉണ്ടായാൽ 23.31 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23.37.208 അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി നിൽക്കാൻ പോകുന്ന KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് 2361.177 ആണ്. നമുക്ക് എന്തായാലും കുറച്ച് കൂടുതൽ നേരം ഇരുന്നിട്ടാണെങ്കിൽ ഇത് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം അറിയാം. അപ്പോൾ ആദ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 23.37.208. അത് നല്ല വോളിയത്തോടു കൂടി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. ഈ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തൊട്ട് വേണം റിവേഴ്സായി വരാൻ. അങ്ങനെ കണക്ട് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് റിവേഴ്സ് ആകുമ്പോഴാണ് നമുക്കൊരു ഹൈ ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ലൈൻ 23.31 അത് ബ്രേക്ക് ചെയ്ത് പോവാതെ ഒരു കാരണവശാലും നമുക്ക് ബൈ സൈഡിലേക്ക് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. കറങ്ങിത്തിരിഞ്ഞൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു സ്കാൽപ്പിങ്ങിനുള്ള പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്താണ് കൺസോളേഷൻ സോണാണ് ഈ ഒരു ബോക്സ്, ഈ ഒരു ബ്ലൂ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ വിക്ക് എന്ന് പറഞ്ഞാൽ കൺസോളേഷൻ സോണാണ്. അതിന് പുറത്തേക്ക് ഇറങ്ങാതെ ഒരു ട്രേഡിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് 2 അക്കൗണ്ടിൽ എനിക്ക് തോന്നണത് ഒരെണ്ണത്തിൽ ബൈയും ഒരെണ്ണത്തിൽ സെല്ലും എടുത്തിട്ട് 2 അക്കൗണ്ടിൽ ടാലിയാക്കി ഇടാം. അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പോൾ ബൈയും സെല്ലും ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് നമുക്ക് ബൈയും സെല്ലും ചെയ്യാം. സിയും ബിയും ബൈ ചെയ്താൽ മതി. ഓപ്ഷൻ മറ്റേ ഫ്യൂച്ചർ ആണെങ്കിൽ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്തോ കട്ടായി പോകും. നല്ലൊരു സപ്പോർട്ടിങ് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇതൊരു എൻട്രി പോയിൻ്റാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു പോയിന്റിൽ 2 സൈഡും സെല്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് അപ്പിലേക്കാണെങ്കിൽ വൺസ് 2331.36 ഒരു തവണ കൂടെ വരും. ബ്രേക്ക് ചെയ്ത് ഒറ്റയടിക്ക് പറന്ന് മുകളിലോട്ട് പോകും. നേരെ മറിച്ച് ഇവിടെ നിന്ന് താഴത്തോട്ടായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് നേരെ താഴത്തോട്ടും പോകും. ഇത് കറക്റ്റായിട്ടുള്ളൊരു എൻട്രി പൊസിഷനാണ്. ഇവിടെ ഒരു ക്രോസ് ഓവർ RSIയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതൊരു സപ്പോർട്ടിങ് ഫാക്ടറാണെന്ന് അനുമാനിക്കാനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇനിയൊരു തവണ കൂടെ ബ്രേക്ക് ആയാൽ 2331 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്ക് ഒരു ചെറിയൊരു അപ്പ് പ്രതീക്ഷിക്കാം. ആ അപ്പം എവിടം വരെ വരും എന്ന് ചോദിച്ചാൽ എവിടം വരെ വരും? 29648. ഇത് ഇവിടെ ഒരു സംഭവം കിടപ്പുണ്ട്, 2361648. അവിടെ ഒരു വര കൂടെ വരച്ചു വെക്കാം. വേറെ എന്തൊക്കെയാണല്ലോ തന്നെ. ഇതിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അത് സ്ഥിരമായിട്ട് ലൈവിലിരുന്നാലേ ഇത് എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. എന്തെങ്ങനെ നിഫ്റ്റിയിലാണെങ്കിൽ നമുക്കറിയാം ഇന്നൊരു സ്ഥലത്ത് എൻട്രി എടുത്താൽ ഇന്ന സ്ഥലം വരെ പോകും എന്താണെങ്കിലും നമുക്കറിയാൻ പറ്റും. പക്ഷേ ഫോറക്സിൻ്റെ കാര്യത്തിൽ നമുക്കതൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള കുറച്ച് ടൈം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1 വീക്ക് ലൈവ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. ഒരാഴ്ച എന്തായാലും ഇത് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറക്സ് തന്നെ കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ മാസം കൊണ്ട് ഇതിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഹയർ ടൈം ഫ്രെയിമിൽ എന്തായാലും അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ ഈ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള ബ്രേക്കൗട്ട്, അതായത് ഹൈ വോളിയത്തോട് ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ 35 പോയിൻ്റൊക്കെ കിട്ടുന്ന മൂവ്മെൻ്റാണ് നിഫ്റ്റിയിൽ സാധാരണ വരാറ്. RSI ക്രോസ് ഓവർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 23.31.036 ബ്രേക്ക് ചെയ്ത് പോകണം നല്ല വോളിയത്തോടു കൂടി. ഇത്രയും നേരത്തെ ഒരു അനലൈസിൽ ഞാൻ മനസ്സിലാക്കിയത് നല്ല കൂടുതൽ ടൈം നമ്മൾ
സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ. ഒരു കൺഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടൊരു ലൈൻ മാർക്ക് ചെയ്തിടണം. ആ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ എന്ന് തീരുമാനിക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഈ കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് പോയത് പുറത്തു പോകാതെ ഒരു ഫ്രീ മൂവ് എന്തായാലും കിട്ടത്തില്ല. ഈ ഒരു ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2323 തൊട്ട് 2337 7 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നണത് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഫണ്ടഡ് അക്കൗണ്ട് കംപ്ലീറ്റ് വാനിഷായി പോകാനുള്ള ഒരു ഒറ്റ മൂവ് ഈ ഒരു ക്യാൻഡിൽ സംഭവിച്ചു കാണണം അല്ലേ. ലോങ് ഹോൾഡിങ്ങേ നടക്കുകയുള്ളൂ. അതായത് ഞാനിപ്പോൾ നിഫ്റ്റിയിൽ ചെയ്യുന്ന പോലെ ചെറിയ ലോട്ട് സൈസ് എടുത്തിട്ട് വലിയ ഹോൾഡിങ് നടത്തണം. സ്കാൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു ഗ്യാപ്പായിരുന്നു. അത് ഫുൾഫില്ല് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, നമുക്ക് നോക്കാം. 2 മിനിറ്റിൽ അത്ര സുഖമല്ല, കാര്യങ്ങൾ അത്ര പന്തിയല്ല. എന്നാലും ഒരു സേഫ് സോൺ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലേ ഓർഡർ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മളൊരു സേഫ് സോൺ അനലൈസ് ചെയ്ത് വെക്കണം. ഏത് പൊസിഷൻ ബ്രേക്ക് ചെയ്താൽ ഈസി ആയിട്ട് ഏതൊരു പൊസിഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ അകം കൺസോൾട്ടേഷൻ സോണാണ്. ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്താൽ 23-25 എത്താമെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം RSI ഇവിടെ ക്രോസ് ഓവർ ആയെങ്കിലും അത് കംപ്ലീറ്റഡ് ആയില്ല. അപ്പോൾ ഇതൊരു നല്ല മൂവായിരുന്നു. കറക്റ്റ് അവിടെ വന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ടുണ്ട്. ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് ആ കാണുന്നത്. നിഫ്റ്റിയിൽ ഞാൻ പറയും ആദ്യത്തെ റിജക്ഷനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബഹുമാനമാണ്. അത് വീണ്ടും ബ്രേക്ക് ചെയ്തൊക്കെ പോകാം. അതിൻ്റെ റീസൺ ചിലപ്പോൾ 5 മിനിറ്റിൽ അറിയാൻ പറ്റും. കാരണം 5 മിനിറ്റിലൊരു മടക്ക് വന്നിട്ടുണ്ട്, RSIയുടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 മിനിറ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്. ഇത് ക്രോസ് ഓവർ ആവണം ഓരോന്ന് 1 by 1 ആയിട്ട്. ഇത് ഒരു സേഫ് പൊസിഷനാണ്. ആകെ ഉണ്ടായിരുന്നൊരു സേഫ് പൊസിഷൻ ഈ ഇതോട്ട് ഇവിടം വരെ ഉണ്ടായുള്ളൂ. പതിനഞ്ച് മിനിറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ചെറിയ ലോട്ട് സൈസ് എടുത്തിട്ട് 15 മിനിറ്റിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലോസ് വന്നാലും വലിയ കാര്യമാക്കാതെ ഹോൾഡ് ചെയ്താൽ, കാരണം 15 മിനിറ്റ്സ് ഇപ്പോഴും RSIയുടെ ക്രോസ് ഓവർ താഴെ വന്നിട്ടില്ല. ആ ഡൗൺ ട്രെൻഡിലാണ് 15 മിനിറ്റ്സ് നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് ക്രോസ് ഓവർ ആവാതെ എനിക്ക് തോന്നണത് 30 മിനിറ്റിലും ഒരു ഡൗൺ ക്രോസ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ക്രോസ് ഓവർ പക്ഷേ ഇതിന് മുകളിലോട്ട് പോകാത്തിടത്തോളം കാലം നമുക്ക് ബൈയിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അതുവരെ മാർക്കറ്റ് എപ്പോഴും സെൽ സൈഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 23-31.615 ബ്രേക്ക് ചെയ്യാതെ. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ 23-26.968 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ 5 തൊട്ട് 10 ക്യാൻഡിൽസൊക്കെ ഇതിങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളുള്ള ഏരിയ. എനിക്ക് തോന്നുന്നത് 5 മിനിറ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ 15 മിനിറ്റ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത്തെ 24 hours ചാർട്ടാണ്, മാർക്കറ്റാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും കുറച്ച് വിശ്വസിക്കാം. കാരണം 23-30 31.2 അല്ലെങ്കിൽ 30 എന്നുള്ള ആ ഒരു ലെവൽ നമുക്കിനി ഒരു ചാർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം. സ്റ്റിൽ ഇവിടെ 15 മിനിറ്റ് 30 മിനിറ്റിലും 15 മിനിറ്റ്സിലും RSI ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു അപ്പർ സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ ബ്ലൂ ലൈൻ ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ 23-20 23-22.905 അതായത് ഈ ഒരു മഞ്ഞ ലൈനിലേക്കോ മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.
ഇത് കുറച്ചും കൂടെ ഇൻഡിക്കേറ്റേഴ്സ് കൂടുതലുള്ളതാണ് ഈ ഒരു ചാർട്ട്. രണ്ടും തമ്മിലുള്ള അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. ഫിഫ്റ്റീൻ മിനിറ്റ്സ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം, എന്തായാലും ഒരു 1 വീക്ക് നോക്കി കഴിയുമ്പോൾ ഐഡിയ കിട്ടും. പിന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സ് ആണ് കുറച്ചും കൂടെ സേഫ്. ഒന്ന് മാറ്റാം. വളരെ സിമ്പിളായിട്ട് നിഫ്റ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്നാണ് അത്, ഞാൻ പണ്ടൊരു സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്താൽ ഇൻ്റർവെൽ ക്യാച്ചിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ട്രാറ്റജി ഇതിൽ വളരെ ഡീസൻ്റായിട്ട് വർക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. $1 ഈസി ആയിട്ട്, പക്ഷെ അവിടെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും നടക്കില്ല. $1 ഈസി ആയിട്ടൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അതിനകത്ത് ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അത് ഉടനെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ എൻട്രി എടുക്കുന്നതിന് പർട്ടിക്കുലറായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യണം. നമ്മളൊരു ഓടുന്ന വണ്ടിയിൽ ചാടി കയറി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസസ് വളരെ നല്ല രീതിയിൽ മാർക്കറ്റിലുണ്ട്. അതായത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 2328.657 എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട്. അത് വളരെ ക്വിക്കായിട്ട്, അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു യെല്ലോ ലൈനിലേക്കുള്ള ഒരു റീടെസ്റ്റാണ്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിൽ നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തി. അവിടെ നല്ല രീതിയിലൊന്ന് സ്ട്രഗിൾ ചെയ്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ RSI അനുകൂലമായിട്ട് 2 മിനിറ്റിൽ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിൽ ഞാൻ എൻട്രി എടുക്കും. ഇപ്പോൾ എന്താണെങ്കിലും അറിയാമാണെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും എൻ്റെ 2325.942 താഴെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2328.657. ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. പോണെങ്കിൽ പോട്ടെ. ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ പോയ എത്രയാണ്, കിട്ടിയ എത്രയാണെന്നൊക്കെ അറിയാമല്ലോ. അല്ലല്ലോ, ഇതിൻ്റെ ഓപ്പൺ എത്രയായിരുന്നു? ഇത് എൻ്റെ കൺഫർമേഷൻ എൻട്രി ആട്ടോ. അത് 2326.595. 2326.595 മൈനസ് 2328.467. 2328.467 1.872. എങ്ങനെയാവും നമുക്ക് നോക്കാം. അതല്ല, ഇപ്പം ഇത്രയും കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കാം. ഇത് നിഫ്റ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനാണെങ്കിൽ അവിടെ എൻട്രി എടുക്കും. എൻ്റെ ടാർഗറ്റ് 2328.490 ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ. അത്
അത്യാവശ്യം കോൺഫിഡൻറ്റോടു കൂടി തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു വ്യൂ ആണത്. എത്ര മണിക്കൂറായി? ഓക്കെ, ഏകദേശം ഇപ്പം നമ്മൾ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലും അതേപോലെ തന്നെ ക്രിപ്റ്റോയിലോ സ്വിംഗ് ട്രേഡിങ്ങിനോ സ്റ്റോക്കിലും എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത്ര നേരം ഇരുന്നിട്ട് ആകെ കിട്ടിയത് 2 കൺഫേം എൻട്രിയാണ്. ഇനി ഒരു കൺഫേം എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി ആയിരിക്കും. അതായത് 23-28.657 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്കാൽപ്പിങ്ങിനുള്ള ചാൻസസ് ഉള്ളൂ. രണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള എൻട്രീസ് ആണ് നമുക്ക് 2 മിനിറ്റിൻ്റെ നോക്കിയപ്പോൾ കിട്ടിയത്. ഒന്ന് ഇവിടെ എവിടെയോ ഉണ്ടായ അത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു മഞ്ഞ ലൈനിലേക്കുള്ളൊരു എൻട്രി, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഈ ഒരു 2328.420 ചെറിയൊരു എൻട്രി. ഈ 2 എൻട്രിയാണ് നമുക്ക് ആ കൂടെ ഇന്നത്തെ ലൈവ് ട്രേഡിൽ കൺഫർമേഷനായിട്ട് കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ ചാർട്ട് കണ്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് കിട്ടിയതാണ്. ഒരു വലിയ മൂവ് ഹോൾഡിങ്ങിനായിട്ടുള്ളതൊക്കെ നമുക്ക് ഇരുന്നിട്ട് കാല് നീട്ടാം. ഇപ്പം നമ്മൾ ഇപ്പോഴേ വന്ന് ഫോറക്സ് അടിപൊളിയാണ്, ഇത് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. അത് പ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടാവണം, അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അല്ലാതെ വാഗോണ്ട് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളില്ല. അപ്പോൾ അത് ലൈവിൽ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് വരും ദിവസങ്ങളിൽ ചെയ്യാൻ തയ്യാറുമാണ്. ഇനി അടുത്ത 15 മിനിറ്റ്സിൽ, അപ്പോൾ നമ്മൾ ഈ 15 മിനിറ്റ്സിലാണ് ആദ്യം ആ ഒരു എൻട്രി പ്ലാൻ ചെയ്ത്. ഇനി അടുത്ത 15 മിനിറ്റ്സിൽ അടുത്ത എൻട്രി നമുക്ക് നോക്കാം. $1 ഒരു എൻട്രി നോക്കാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ് ഞാനവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടി താഴത്തോട്ട്. ഇപ്പോൾ അത് എവിടെയാണ് അടുത്ത കൺഫേം എൻട്രി? നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കുറേശ്ശെ ഉറുമ്പ് അരിമണി കൂട്ടണ പോലെ കൂട്ടിയാൽ മതി. വലിയ ആർഭാടോ ആഗ്രഹങ്ങളൊന്നുമില്ല. അടുത്ത 15 മിനിറ്റ്സിൽ താഴത്തോട്ടാണെങ്കിൽ ഈ ഒരു എൻട്രി, അവിടെ നിന്ന് താഴത്തോട്ടാണെങ്കിൽ ഈ താഴത്തോട്ട് ഒന്നുകിൽ 23-21.312 വരെ, അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്നവരെ. നേരെ മറിച്ച് മുകളിൽ 23-28.657 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2330.748 അപ്പം അടുത്ത എൻട്രി നമ്മൾ നോക്കുന്നത് 9:15 കൂടി അടുത്ത എൻട്രി, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ ഡംപായാൽ 23 ഈ താഴത്തെ ഈ ആരോ സ്പേസിലേക്ക്, അത് കഴിഞ്ഞാൽ താഴത്തെ റെഡിലേക്കോ മഞ്ഞ ലൈനിലേക്കോ, മുകളിലാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് സ്പേസ്, അതാണ് നമ്മുടെ അടുത്ത കൺഫർമേഷൻ. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം കഴിഞ്ഞു, രണ്ടാമത്തതും കൺഫർമേഷനും കറക്റ്റായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ ട്രേഡിലേക്കാണ് പോകണം. 9:15 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോരേണ്ട സാധനമാണ് ശരിക്കും. അത് ലോവർ വിക്ക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് പറഞ്ഞത്, ആദ്യത്തെ മൂവ്മെൻറ്റ് താഴത്തോട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് മേളിലോട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞ ലെവല് ഇതുവരെയും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അതാണ് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ഇനി ഒരു തവണ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് പോരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ നമുക്ക് 9:30 ലൈവ് പര്യവസാനിപ്പിക്കാം. ഈ സെയിം മെത്തേഡാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മളെടുത്ത്.
അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് എടുക്കാം. ഒരു ദിവസം 100 ട്രേഡ് എടുക്കാം. 100 ട്രേഡ് 500 രൂപ വെച്ചിട്ട് എടുക്കാം. കാരണം ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. അതായത് പല പല സ്കാൽപ്പിംഗ് ആണെങ്കിലും വലിയ റിസ്ക് ഇല്ല. ഇവിടെ റിജക്ഷൻ ആവുകയാണ്. 1 മിനിറ്റിൽ RSI താഴത്തോട്ടാണ്. രണ്ടിൻ്റെ ഏകദേശം വിക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോവർ വിക്ക് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്കുള്ള കാര്യത്തിൽ ഇപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ആ ഒരു കൺഫർമേഷൻ ട്രേഡ്, ഇൻ കേസ് ഞാനൊരു ട്രേഡർ ആണെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഞാൻ താഴത്തേക്ക് എടുക്കും. എൻ്റെ വ്യൂ അതാണ്. ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്താൽ താഴത്തോട്ട് എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ 15 മിനിറ്റ്സിൽ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മടക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഗ്രീൻ അത്ര വലിയ സുഖമുള്ള ഗ്രീനായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഏത് നിമിഷവും ചിലപ്പോൾ ഒരു ഹണ്ടിങ് താഴത്തേക്ക് റെഡ് ക്യാൻഡിൽ വരാം. ഈ ഗ്രീനൊന്നും കണ്ടിട്ട് അത്ര വലിയ സുഖമുള്ള ഗ്രീനായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആ ഗ്രീൻ കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 23-28.657 ബ്രേക്ക് ചെയ്ത് 23-32 മൂവ് കിട്ടണം. അല്ലാത്ത നിമിഷം ഏത് നിമിഷവും ഒരു വിക്ക് താഴത്തേക്ക് മഞ്ഞ ലൈനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കൺഫേം ആയിട്ടുള്ള മൂവായിരിക്കും. ആ മൂവാണ് കൺഫേം ആയിട്ടുള്ളൊരു മൂവ് എന്ന് പറയുന്നത്. 37 മിനിറ്റായി. ഇവിടെ 15 മിനിറ്റ്സിൽ RSI ഒരു ക്രോസ് ഓവറിലേക്ക് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ക്രോസ് ഓവർ ആവണം. അതിനോടൊപ്പം തന്നെ 2328.657 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത സമയം ഏത് നിമിഷവും താഴത്തേക്കൊരു റെഡ് ക്യാൻഡിൽ വരാനുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗ്രീനൊന്നും അത്ര വലിയ ഗ്രീനായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഒരു ഡംപ് ഈ ഒരു യെല്ലോ ലൈനിലേക്ക്, അതായത് 2322.650 2320.99 വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തൊരു സ്കാൽപ്പിങ്ങിൻ്റെ മൂവ്മെൻറ്റ് 9:30 ആകുമ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവപ്പ് ആവും. അപ്പോൾ ക്യാൻഡിലിൽ അടുത്തൊരു മൂവ്മെൻറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. $1 23.27 23.28 ഓക്കെ. ഈ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത ഈ ടിപ്പിലേക്ക്, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത SMAയിലേക്ക് 9:29 ആയിട്ടുണ്ട്. 10 സെക്കൻഡ് കൂടെ. അപ്പം അതായത് ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ഈ ടിപ്പിലേക്ക് 23.28 പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23.26 ഇപ്പോൾ ലോവർ വിക്കാണ് വന്നേക്കണം. ഹയർ വിക്ക് ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ്, ആ ഒരു 15 മിനിറ്റ്സിൻ്റെ ഓരോ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു അര പോയിൻ്റൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഒരു സ്കാൽപ്പിങ് അതെടുത്തിട്ടങ്ങ് മാറണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ 15 മിനിറ്റ്സിലും ഓരോ ക്യാൻഡിൽ ഫോം ചെയ്ത് എടുത്തെടുത്തൊക്കെ ഈസി ആയിട്ട് മാറാം. ഇപ്പോൾ 1 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവറിൽ വന്ന് നിൽക്കുന്നത്. അതായത് സപ്പോർട്ട് എടുക്കാനായിട്ട് 23-26.821 ഓക്കെ. ആ ഒരു മൂവ്മെൻറ്റാണ് 9:30. ഇങ്ങനെയാണ് കഴിഞ്ഞ 2 മൂവ്മെൻറ്റും എടുത്തത്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോകുള്ളൂ. അതനുസരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ്. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് താഴത്തോട്ട് 23-26.82 ഒരു ചെറിയ മൂവ്മെൻറ്റ്. ആ ഒരു സ്ട്രാറ്റജി ഇതിൽ വളരെ ഈസി ആയിട്ട് വർക്കാവാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ 27,325 മുതൽ അവിടെ ഇപ്പം 3 ട്രേഡ് എടുത്തത് കഴിഞ്ഞ 2 ട്രേഡ് സക്സസ് ആയ അതേ സെനാരിയോ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തത്. ആ അപ്ലൈ ചെയ്തതിൽ കണ്ടോ, അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ടാർഗറ്റും എടുക്കാം, അവിടെ നിന്നുള്ള റിജക്ഷനും നമുക്ക് എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്, ആ സമയത്ത് അവിടെ നിന്നുള്ള റിജക്ഷൻ, അത് രണ്ടുമാണ് ഇപ്പോൾ അവിടെ നടന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ക്യാറ്റിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. നമ്മുടെ അതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,27,307 23,27.307 മൈനസ് ഇതിൻ്റെ ലോവർ ടിപ്പിലേക്ക് 23,26,860 23,26.860 $0.5. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3.5 ഡോളറാണ് 3 ട്രേഡിലായിട്ട് ആകെ കിട്ടിയത്. അപ്പോൾ അത് $3 എന്ന് പറയുമ്പോൾ എത്ര വരും? $3 300. അപ്പോൾ 10, എനിക്ക് തോന്നുന്നുണ്ട് വേറെ ആൾ പറഞ്ഞു വെച്ചിട്ട് 10,000-20,000 രൂപയുടെ സിംഗിൾ, അത് മെഗാലോട്ടാണെങ്കിൽ കിട്ടും. അതിൻ്റെ 10 വെച്ചിട്ട് കഴിഞ്ഞാൽ 2,500 രൂപ ഈസി ആയിട്ട്, 0.10 ആണെങ്കിൽ പോലും. അപ്പോൾ എനിവേ 41 മിനിറ്റ് ആയിട്ടുണ്ട്, 9:30 അപ്പോൾ നമ്മൾ 3 ട്രേഡാണ് നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ടീവ് കൺഫേം ആയിട്ട് പറഞ്ഞത്. അത് 3 ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈം ഫ്രെയിമിന് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന എൻട്രി പർട്ടിക്കുലർ ടൈം ആയിരിക്കണം, ആ ടൈമിനനുസരിച്ചുള്ള എൻട്രി നോക്കുന്നതായിരിക്കും ബെനിഫിറ്റ്. പിന്നെ നമ്മൾ 15 മിനിറ്റ്സിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്തിട്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 15 മിനിറ്റ്സിൻ്റെ ലോങ് ടൈം ഫ്രെയിമിലെ മൂവ്മെൻറ്റ് ഈ ഒരു ബ്ലൂ ലൈന് പുറത്തോട്ടും ഈ ഒരു ബ്ലൂ ലൈന് താഴത്തോട്ടുമാണ് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ അതെന്തായാലും ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ട് പറ്റില്ല. അത് അടുത്തൊരു ലൈവ് ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത ലൈവിൽ കാണുന്നത് വരെ. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. വർക്കൗട്ടാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് ഒന്ന് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ലൈവ് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ പയറ്റ് തെളിഞ്ഞേക്കുന്ന നിഫ്റ്റിയിലാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവങ്ങളെന്നൊക്കെ മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ചെറിയ കൺഫർമേഷൻ സ്കാൽപ്പിംഗ് വ്യൂ നമ്മൾ ഷെയർ ചെയ്ത്. അത് വലിയ ലോങ് ഡ്രൈവിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഇത് നമുക്ക് പതുക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months എന്തായാലും വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ കൂടുതൽ ലൈവുകളായിട്ട് വരാം. ചെറിയ 15 മിനിറ്റിൻ്റെയൊക്കെ ലൈവ് ഇട്ടിട്ട് ഒരു മൂവ്മെൻ്റ് എടുക്കുന്ന ചെറിയ വീഡിയോസായിട്ട് വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കി ഈ ഫോറക്സിനെ പറ്റി നോക്കുമ്പോൾ ഈ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു 5% പോലും വ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ആകെ നമ്മൾ സ്കാൽപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം 23,27.61 അതിൻ്റെ അപ്പുറം ഞാൻ പാർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഈ റെഡ് ലൈന് പാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ 2 ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. അതെന്താ വരച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ലൈൻ്റെ സെൻറ്റർ വെച്ചുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ ഒരുപാട് 10-15 ക്യാൻഡിൽ 10 വരെ ക്യാൻഡിലൊക്കെ ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ, അതായത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറയാറുണ്ട്. ഇപ്പോൾ വണ്ടി KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ആളെയൊക്കെ കയറ്റി ഫുൾ ചെയ്തിട്ടേ അടുത്ത സ്ഥലത്തേക്ക് വണ്ടി സ്റ്റാൻഡ് വിടത്തുള്ളൂ. അപ്പോൾ തുടർന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതിൽ ഒരു സ്ഥലം ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് 2331.138 2330.748 അല്ലെങ്കിൽ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് യെല്ലോ ലൈനിലേക്കോ 2321.756 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം കാണാം, അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയവർക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.